I told you, God has put a message in my heart. ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു, ദൈവം എൻ്റെ ഹൃദയത്തിൽ ഒരു സന്ദേശം തന്നു കഴിഞ്ഞിരിക്കുന്നുവെന്ന്. And I can boldly say that whatever I share with the church is from the Lord. എനിക്ക് ഉറപ്പോടെ ധൈര്യത്തോടെ ഒരു കാര്യം പറയാൻ കഴിയും, ഞാൻ സഭയുമായി എന്തൊക്കെ പങ്കുവച്ചിട്ടുണ്ടോ അതൊക്കെ ദൈവത്തിൽ നിന്നും പ്രാപിച്ചതാണ്. God asked me to share those things, and that's why I shared all these things. ദൈവം എന്നോട് എന്ത് പറയുന്നുവോ സഭയുമായി പങ്കുവയ്ക്കുവാൻ അത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. And this morning the message is walking with Jesus. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന സന്ദേശം ക്രിസ്തുവുമായി നടക്കുക എന്നുള്ളതാണ്. Walking with Jesus. ക്രിസ്തുവുമായി നടക്കുക. In the coming days, that's what we are going to do. ഈ അടുത്ത ദിവസങ്ങളിൽ ദൈവം അനുവദിച്ചാൽ നാം അതാണ് ചെയ്യുവാൻ പോകുന്നത്. So there was a time that Jesus lived in this world. കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. I'm sorry that I was not I really feel very sorry that I was not alive at that time. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുവാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിരുന്നില്ല. I really wanted to be alive at that generation. ഞാൻ ആ തലമുറയുടെ ഒരു ഭാഗമായിരിക്കണമെന്ന് എനിക്ക് വളരെ ആഗ്രഹമുള്ള So വ്യക്തിയായിരുന്നു. that I could really see him and walk to him and talk to him many things. അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ അവൻ എപ്രകാരം നടന്നു, എപ്രകാരം സംസാരിച്ചു, എപ്രകാരം ജനങ്ങളുമായി ഇടപഴകി എന്ന് കാണുവാൻ എനിക്ക് കഴിയുമായിരുന്നു. But I thank God for God didn't allow me to live in that generation, because he said, because I go to the Father, you are going to do greater and marvelous things. കാരണം ആ ഒരു തലമുറയിൽ ഞാൻ ഭാഗഭാക്കാകുവാൻ ദൈവം എന്നെ അനുവദിക്കാത്തതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കാരണം ഞാൻ പോയി പിതാവിൻ്റെ അടുക്കലേക്ക് പോയി നിനക്ക് ഞാൻ പരിശുദ്ധാത്മാവിനെ തരുമ്പോൾ നീ ആയിരിക്കുന്ന തലമുറയിൽ എന്നെ കുറിച്ച് പ്രസംഗിക്കുക. And you will do greater things than what I did at that time. ഞാൻ ആ കാലഘട്ടങ്ങളിൽ എന്ത് ചെയ്തോ അതിനേക്കാളും മഹത്തായ കാര്യങ്ങൾ നീ ചെയ്യുവാൻ പ്രാപ്തനാകും. So I think people who lived in that generation wished they could live in this generation. ഞാൻ വിശ്വസിക്കുന്നു ആ തലമുറയിൽ ജീവിച്ചിരുന്നവർ ഹൃദയപൂർവ്വം ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും ഈ തലമുറയിൽ അവർക്ക് ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന്. Because this generation is seeing more marvelous and greater things. കാരണം ഈ തലമുറയാണ് മുൻ തലമുറയേക്കാൾ അത്ഭുതകരവുമായ കാര്യങ്ങളെ കണ്ടത്. So I'm glad for God's that plan. അതുകൊണ്ട് ദൈവത്തിന്റെ ആ അപമ്യമായ പദ്ധതിക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. So but now what we are going to do, suppose if we are living in that generation, ഓക്കെ, നമുക്കൊരു കാര്യം ചിന്തിക്കാം. നാം ആ തലമുറയിൽ ജീവിച്ചിരുന്നുവെങ്കിൽ, okay, let's walk with Jesus for some time. നാം കുറച്ച് നാളൊക്കെയെങ്കിലും കർത്താവിനോട് കൂടെ നടന്നിരുന്നുവെങ്കിൽ. So this morning what I want to do, let's imagine we are going back about 2000 years back and walking with Jesus in the land of Palestine. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളുടെ ചിന്തയെ 2000 വർഷം പിറകിലേക്ക് പലസ്തീന്റെ തെരുവീതികളിലേക്ക് കർത്താവിനോടുകൂടെ നടക്കുവാനായി ക്ഷണിക്കുകയാണ്. The message is taken from the Gospel of Matthew chapter 8 verses 1 to 4. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നിന്നും അധികരിച്ചുകൊണ്ടാണ് ഞാൻ പ്രസംഗിക്കുവാൻ ആഗ്രഹിക്കുന്നത്. Okay, here the message is set, the setting of the message or the background of the message is Jesus is coming out of that mountain or from the mountain where we had the Sermon of the Mount. ഇന്നത്തെ പ്രസംഗത്തിന്റെ പശ്ചാത്തലം മലമുകളിൽ നിന്നും പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ആ ഒരു സന്ദർഭമാണ്. In Gospel of Matthew chapter 5, 6 and 7 you see the Sermon on the Mount. ഗിരിപ്രഭാഷണത്തെ കുറിച്ച് മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. And chapter 8 starts like this. 8-ാം അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. When he came down from the mountainside, large crowd followed him. അവൻ മലയിൽ നിന്നും ഇറങ്ങി വന്നപ്പോൾ വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു. Now after giving a great sermon of the kingdom of God, Jesus is coming down. ദൈവരാജ്യത്തെ കുറിച്ചുള്ള മഹത്തായ ഒരു പ്രസംഗത്തിന് ശേഷം യേശുക്രിസ്തു മലമുകളിൽ നിന്നും താഴോട്ട് ഇറങ്ങി വരികയാണ്. There are many occasions in the Bible that you see Jesus coming down. വളരെ സന്ദർഭങ്ങളിൽ വേദപുസ്തകത്തിൽ ഇങ്ങനെ പ്രതിപാദിച്ചിട്ടുണ്ട്, അവൻ മുകളിൽ നിന്നും ഇറങ്ങി വന്നു. On the top of the mountain Jesus is having a wonderful time with the people. മലമുകളിൽ യേശുവിന് ജനങ്ങളുമായി ഒരു നല്ല കൂട്ടായ്മയുണ്ടായിരുന്നു. Giving and revealing the strategies of the kingdom of God. ദൈവരാജ്യത്തിന്റെ പദ്ധതിയെക്കുറിച്ച് പറയുകയും വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. Expounding the plans of the kingdom of God. ദൈവരാജ്യത്തിന്റെ ഉദ്ദേശത്തെക്കുറിച്ച് അവൻ ജനങ്ങളോട് വിവരിച്ചു പറഞ്ഞിരുന്നു. It was such a wonderful time that he was having with the disciples and the people. അതുകൊണ്ട് തന്നെ ശിഷ്യന്മാരോടും പുരുഷാരത്തോടും മൊത്തം അവൻ കഴിച്ചുകൂട്ടിയ ആ സമയം വളരെ അത്ഭുതകരമായിരുന്നു. But Jesus didn't want to stay on that stage for a long time. പക്ഷേ അത്തരം ഒരു അവസ്ഥയിൽ തന്നെ കഴിഞ്ഞുകൂടുവാൻ കർത്താവ് ആഗ്രഹിച്ചില്ല. He wanted to come down and know the needs of the people. കാരണം ആവശ്യത്തിലിരിക്കുന്ന ജനങ്ങളുടെ അടുത്തേക്ക് കടന്നു വരുവാൻ കർത്താവിന് മനസ്സായിരുന്നു. You can also remember a similar situation like this.
അതുകൊണ്ട് തന്നെ അത്തരം ഒരു സന്ദർഭത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. You know, there was a time that Jesus and the disciples were at the Mount of Transfiguration, മറുരൂപമലയിൽ കർത്താവും ശിഷ്യന്മാരുമായിരുന്ന ഒരു സന്ദർഭത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. where Jesus was glorified. കർത്താവ് തന്നെ ശിഷ്യന്മാർക്ക് മുമ്പിൽ മഹത്വപ്പെടുത്തി കാണിച്ചു And കൊടുത്തു. Moses and Elijah are over there, ഏലിയാവും മോശയും അവിടെ ഉണ്ടായിരുന്നു. having a wonderful time. ഒരു വളരെ അത്ഭുതകരമായ ഒരു But സന്ദർഭമായിരുന്നു Jesus അത്. didn't want to continue in that situation for a longer time. പക്ഷേ ആ അവസ്ഥയിൽ തുടരുവാൻ കർത്താവ് ആഗ്രഹിച്ചില്ല. He came down from that experience. കാരണം ആ അനുഭവത്തിൽ നിന്നും കർത്താവ് താഴോട്ട് ഇറങ്ങി വന്നു. He came down from that wonderful experience. ആ അത്ഭുതകരമായ അവസ്ഥയിൽ നിന്നും താഴോട്ട് ഇറങ്ങി വന്നു. If you look into the life of Jesus, കർത്താവിന്റെ ജീവിതത്തിലേക്ക് he നോക്കുകയാണെങ്കിൽ was having a wonderful time with the Father in heaven. സ്വർഗസ്ഥമായ പിതാവിനോടൊത്ത് അത്ഭുതകരമായ അനേക സന്ദർഭങ്ങൾ കർത്താവ് ചെലവഴിച്ചതായി But നമുക്ക് to കാണുവാൻ. help the humanity പക്ഷേ മനുഷ്യന്മാരെ ഓർത്തുകൊണ്ട് and to rescue them and save them from their sins, മാനവജാതിയെ അവരുടെ പാപങ്ങളിൽ നിന്നും വിടുവിക്കാനും രക്ഷിപ്പാനും ആഗ്രഹിച്ചിരിക്കുന്നതുകൊണ്ട് he came down from the heaven. അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ഇറങ്ങി വന്നു. Every time if you look into the ministry and the life of Jesus, യേശുവിന്റെ ശുശ്രൂഷയുടെ ഏതൊരു ഘട്ടത്തിലേക്ക് നാം ചിന്തിക്കുകയാണെങ്കിൽ you can see him as a person who wants to come down and help the people. ഇറങ്ങി വന്ന് ജനത്തെ സഹായിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു യേശുവിനെയാണ് നമുക്ക് കാണുവാൻ Here കഴിയുന്നത്. you see that Jesus is having a wonderful time of teaching with the people. ജനങ്ങളെ പഠിപ്പിച്ചിരുന്ന വളരെ അത്ഭുതകരമായ ആശ്ചര്യകരമായ ഒരു സമയം കർത്താവിനുണ്ടായിരുന്നു. And now it's a high time that he has to come down over here. പക്ഷേ ഇപ്പോൾ ആവശ്യത്തിലിരിക്കുന്ന ജനത്തെ സഹായിക്കുവാനായി കർത്താവ് ഇറങ്ങി വരികയാണ്. When he came down, the Bible says, വേദപുസ്തകം പറയുന്നു അവൻ ഇറങ്ങി വന്നപ്പോൾ no, we are also in the crowd now. നമ്മൾ ആ പുരുഷാരത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഓർക്കുക. A big crowd is around him. അവന് ചുറ്റും ഒരു വലിയ പുരുഷാരം കൂടിയിരുന്നു. Imagine that you are also a part of the crowd now. നിങ്ങളും ആ പുരുഷാരത്തിന്റെ ഒരു ഭാഗമായിരുന്നു എന്ന് ചിന്തിക്കുക. You imagine that you are also with Jesus now. നിങ്ങളും യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നു എന്ന് He is സങ്കല്പിക്കുക. coming out of the mountain after a big teaching. ഒരു വലിയ പഠിപ്പിക്കലിന് ഉപദേശത്തിന് ശേഷം അവൻ മലമുകളിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ Now he is in the valley now. അവനിപ്പോൾ താഴ്വരയിലാണ്, സമതല പ്രദേശത്താണ്. A large crowd has followed him. ഒരു വലിയ പുരുഷാരം അവന് ചുറ്റും കൂടി. So first thing that I want to teach about Jesus over here is, ഞാൻ ഇന്ന് പകൽക്കാലം കർത്താവിനെ കുറിച്ച് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആദ്യത്തെ കാര്യം, I told you that I am also in that crowd now. ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഞാൻ ആ പുരുഷാരത്തിന്റെ ഒരു ഭാഗമായിട്ട് അവിടെ And ഉണ്ട്. you are also a part of the crowd now. നിങ്ങളും ആ പുരുഷാരത്തിന്റെ ഭാഗമാണ്. The first thing I am observing over here is about Jesus. അവിടെ നടക്കുന്ന ഒരു കാര്യം, യേശുവിനെ കുറിച്ച് ആദ്യമായി ഞാൻ നിരീക്ഷിക്കുന്നത്, Jesus is a people person. യേശു എപ്പോഴും ജനങ്ങളോട് കൂടെ ഇടപഴകുവാൻ ആഗ്രഹിച്ച He is a വ്യക്തിയായിരുന്നു. people person. ജനങ്ങളോട് കൂടെ ഇടപഴകുവാൻ ആഗ്രഹിച്ച Thank വ്യക്തിയായിരുന്നു. God that he is a people person. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു, കാരണം അതുപോലെയുള്ള ഒരു ദൈവത്തെ നമുക്ക് തന്നത് ഓർത്ത്. Many times when you get a higher ministry and a good ministry, you always want to run away from the people. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ശുശ്രൂഷയും നല്ല അതുപോലെയുള്ള കാര്യങ്ങളും ദൈവത്താൽ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജനങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുവാൻ താല്പര്യപ്പെടും. I have seen many preachers like that. ഞാൻ അനേകം പ്രാസംഗികരെ കണ്ടിട്ടുണ്ട്. Greater their ministry, they don't want to mingle with the people. അവരുടെ ശുശ്രൂഷ ഉന്നത നിലവാരത്തിലെത്തിയെന്ന് അവർക്ക് തോന്നിയാൽ അവർ ജനങ്ങളിൽ നിന്നും ഒരു വേർപാട് പാലിക്കും. They always want to keep away from the people. അവർ ജനങ്ങളിൽ നിന്നും വേർപെടുവാൻ ആഗ്രഹിക്കും. I have never seen a person like Jesus who had such a big ministry but still wanted to be with the people. ഇത്തരം ഉന്നതവും ഉത്കൃഷ്ടവുമായിരുന്ന ഒരു ശുശ്രൂഷയുടെ ഉത്തുംഗങ്ങളിൽ വിരാജിച്ചപ്പോഴും യേശുവിനെ പോലെ ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല, ജനങ്ങളോട് ഇടപഴകുന്ന ഒരു വ്യക്തിയെ. So something is wrong with our leadership teaching. നമ്മുടെ നേതൃത്വത്തിനും നമ്മുടെ പഠിപ്പിക്കലിനും എവിടെയൊക്കെയോ പിഴവ് പറ്റിയിട്ടുണ്ട്. Many times people think the bigger your ministry is, you have to be away from the people. പലപ്പോഴും നമ്മുടെ ഇടയിൽ കടന്നു വന്നിട്ടുള്ള ഒരു തെറ്റായ സന്ദേശം എന്ന് പറയുന്നത് ശുശ്രൂഷയിൽ നീ ഉന്നതനാണെങ്കിൽ ജനങ്ങളിൽ നിന്നും നീ വേർപെട്ടിരിക്കണമെന്നാണ്. Greater your ministry, people think that they have to be separated and they have to be away from the people. നിന്റെ ശുശ്രൂഷ ഉയർന്നതും വിലമതിക്കുന്നതുമാണെന്ന് നിനക്ക് തോന്നുന്നുവെങ്കിൽ നീ ജനങ്ങളിൽ നിന്നും ബഹുകാതം അകലെ ഓടിപ്പോകണമെന്നുള്ള തെറ്റായ സന്ദേശം But that was not the mentality of Jesus. പക്ഷേ യേശുവിന്റെ ചിന്താഗതി അത്തരത്തിലുള്ളതായിരുന്നില്ല. A crowd was always with him. ഒരു പുരുഷാരം എപ്പോഴും ക്രിസ്തുവിനെ അനുഗമിച്ചിരുന്നു. Always with him. എല്ലായ്പ്പോഴും അവനോടൊപ്പം The ഉണ്ടായിരുന്നു. first thing I observe in this ministry over here, walking with Jesus, is that he is a people person. അവന്റെ ശുശ്രൂഷയിലെ ഏറ്റവും കൂടുതൽ ഹഠാതാകർഷിച്ച ഒരു സംഗതി എന്താണെന്ന് ഞാൻ പറയട്ടെ, അവൻ ജനങ്ങളോടൊപ്പം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച നേതാവായിരുന്നു. That's why he is called Emmanuel. അതുകൊണ്ടാണ് അവൻ എപ്പോഴും അർത്ഥമുണ്ട് എന്ന അർത്ഥത്തിലുള്ള ഇമ്മാനുവേൽ എന്നറിയപ്പെടുവാൻ ആഗ്രഹിക്കുന്നത്. God with us. ദൈവം നമ്മോട് കൂടെ. Not God up there. ദൈവം അകലെയുള്ളവനെന്നല്ല, God with us. ദൈവം നമ്മോട് കൂടെയുള്ളവനെന്നാണ് അർത്ഥം. Jesus lived up to his name. കർത്താവ് അവന്റെ പേരിനോട് നീതി പുലർത്തുന്ന വിധത്തിലാണ് ജീവിച്ചത്. Blessed be the name of Jesus. ദൈവനാമം He was വാഴ്ത്തപ്പെടുമാറാകട്ടെ. called as Emmanuel even before he was born.
അവൻ ജനിക്കപ്പെടുന്നതിന് മുൻപേ തന്നെ അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടുവാൻ ആഗ്രഹിച്ചു. And truly he was Emmanuel for the people. അവന്റെ ജീവിതം കൊണ്ട് അവൻ ഇമ്മാനുവേൽ ആണെന്ന് തെളിയിച്ചു കൊടുത്തു ജനങ്ങൾക്ക്. So be true to your name. നിങ്ങളുടെ പേരിനോട് നിങ്ങൾ നീതി പുലർത്തുക. If you claim that you are a Pentecostal, live like a Pentecostal. നീ ഒരു പെന്തക്കോസ്ത് വിശ്വാസിയാണെന്ന് പറയുന്നുവെങ്കിൽ അതിനനുസരിച്ച് ജീവിക്കുവാൻ ശ്രമിക്കുക. If you claim that you are a Christian, live like a നീ ഒരു Christian. ക്രിസ്ത്യാനിയാണെന്ന് അവകാശപ്പെടുന്നുവെങ്കിൽ നിന്റെ ജീവിതം അത് If you പ്രകാരമായിരിക്കട്ടെ. call yourself as a pastor, live like a pastor. നീ ഒരു പാസ്റ്ററാണെന്ന് അറിയപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിന്റെ ജീവിതം അതിനടുത്തതായിരിക്കട്ടെ. If you call yourself as a born again believer, live like a born again person. നീ വീണ്ടും ജനിച്ചൊരു വിശ്വാസിയാണെന്ന് അറിയപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിന്റെ ജീവിതം അതിനടുത്തതായിരിക്കണം. The name of Jesus was Emmanuel. യേശുവിന്റെ നാമത്തോട് നീതി പുലർത്തുന്നതായിരുന്നു യേശുവിന്റെ ജീവിതവും. His name was Emmanuel. അവന്റെ പേര് ഇമ്മാനുവേൽ The എന്നായിരുന്നു. angel called him, his name shall be called as Emmanuel. ദൂതന്മാർ അവനെ വിളിച്ചു അവന്റെ പേര് ഇമ്മാനുവേൽ എന്ന്. The prophet said that his name shall be called as Emmanuel. പ്രവാചകന്മാർ വിളിച്ചു പറഞ്ഞു അവൻ ഇമ്മാനുവേൽ And ആണെന്ന്. he was truly Emmanuel, a people person. അവൻ ജനങ്ങളോട് കൂടി ഇടപഴകുന്ന ഒരു ഇമ്മാനുവേൽ ആണെന്ന് അവന്റെ ജീവിതം കൊണ്ട് The first തെളിയിച്ചു. quality I see in Jesus that it was true to his God-given name. ഞാൻ ആദ്യമായി യേശുവിൽ കാണുന്ന ഒരു ഗുണം ദൈവത്താൽ നൽകപ്പെട്ട പേരിനോട് നീതി പുലർത്തി ജീവിച്ച വ്യക്തിയായിരുന്നു യേശു. That's the first point I wrote down in my diary. അതാണ് ഞാൻ എൻ്റെ ഡയറിയിൽ ആദ്യമായി എഴുതിയ യേശുവിന്റെ ഉത്കൃഷ്ടമായ ഗുണം. I am walking with Jesus. ഞാൻ യേശുവിനോടൊപ്പം I നടന്നപ്പോൾ am observing his life. ഞാൻ അവനിൽ നിരീക്ഷിച്ച ഗുണം അതായിരുന്നു. I am looking into how he behaves, how he talks, and how he behaves, how he deals with the people. അവൻ ചുറ്റുമുള്ള ജനങ്ങളോട് അവൻ എങ്ങനെ പെരുമാറി, എങ്ങനെ ഇടപെട്ടു, എങ്ങനെ അവരുടെ സഹായങ്ങൾക്ക് ഒരു ആശ്വാസമായി എന്ന് ഞാൻ നിരീക്ഷിച്ചു. The first thing I observed was he was truly 100% true to his name. He is Emmanuel, God with us. ആദ്യമായി ഞാൻ അവനിൽ കണ്ട ഉത്കൃഷ്ടമായ ഒരു ഗുണം അവൻ അവന്റെ പേരിനോട് 100% സത്യസന്ധത പുലർത്തി എന്നുള്ളതാണ്. Thank God that we have an Emmanuel God. നമുക്കൊരു ഇമ്മാനുവേലായ ദൈവത്തെ തന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം A ചെയ്യുന്നു. God who is a people person. മനുഷ്യരോട് അനുകമ്പയുള്ള ഒരു ദൈവത്തെ നമുക്ക് തന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം A ചെയ്യുന്നു. person who is a person, a God around the people. നമുക്ക് ചുറ്റുമുള്ള ജനത്തോട് അനുകമ്പ കാണിക്കുന്ന ഒരു ദൈവം. He is a God around the people. തനിക്ക് ചുറ്റും കൂടിയിരിക്കുന്ന ജനത്തോട് ഏകീഭാവം പുലർത്തുന്ന ദൈവം. He never wanted to be isolated from the people unless he is going for prayer. അവരിൽ നിന്നും വേർപെട്ട് തന്റെ മഹത്വം ഉയർത്തി കാണിക്കാൻ അവൻ ഒരിക്കലും ശ്രമിച്ചില്ല. He never wanted to be all alone unless he is going to pray. അവൻ പ്രാർത്ഥിക്കുമ്പോൾ ഒഴികെ ഒരിക്കലും അവൻ ജനക്കൂട്ടത്തിൽ നിന്നും വേർപെട്ടിരുന്നില്ല. All the rest of the time he was a people person. അവന്റെ ജീവിതത്തിന്റെ എല്ലാ സമയത്തും അവൻ ജനങ്ങൾക്കിടയിലായിരുന്നു. If he is not with the people, he is with the God. അവൻ ജനങ്ങൾക്കിടയിലില്ല എന്നതിനർത്ഥം അവൻ ദൈവത്തോടു കൂടെയായിരുന്നു. If he was not with the people, that means he is with God. അവൻ ദൈവത്തോടൊപ്പമായിരുന്ന സന്ദർഭങ്ങളിൽ മാത്രമേ അവൻ ജനക്കൂട്ടത്തെ വിട്ടുപോയിരുന്നുള്ളൂ. അവൻ എപ്പോൾ മനുഷ്യരോട് കൂടെ അല്ലാതിരുന്നോ അതിന്റെ അർത്ഥം അവൻ ദൈവത്തോടു കൂടെ സമയം ചെലവഴിക്കുക എന്നുള്ളതായിരുന്നു. Thank God that we have a God who wants to mingle with people. ജനങ്ങളോട് ഇടപഴകുന്ന ഒരു ദൈവത്തെ ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. So first thing you have to know about your God, Jesus, is that he is a people person. ആദ്യമായി നിങ്ങൾ അറിയുക നിങ്ങളുടെ ദൈവം ജനങ്ങളോട് ഇടപഴകുവാൻ ആഗ്രഹിക്കുന്ന ദൈവമാണെന്ന്. He was true to his name, Emmanuel. അവൻ അവന്റെ പേരിനെ 100% യാഥാർത്ഥ്യമാക്കി. Okay, I am walking with Jesus now. ഓക്കെ, ഞാനിപ്പോൾ യേശുവിനോട് കൂടെ നടക്കുകയാണ്. I am walking with Jesus. I observed the first quality in him now. ഞാൻ ഇതിനകം തന്നെ യേശുവിന്റെ ആദ്യത്തെ ഗുണം കണ്ടു കഴിഞ്ഞു. And I was looking into him, I could see something else now. ഞാൻ ഇനി മറ്റു വല്ലതുമുണ്ടോ എന്ന് നോക്കട്ടെ. No, I was looking around him. There are so many people around him. ഒത്തിരി ജീവിതങ്ങൾ അവനെ പിൻപറ്റി നടക്കുന്നുണ്ട്. As I was looking him, ഞാൻ അവനെ നോക്കിയപ്പോൾ here the Bible says, വേദപുസ്തകം പറയുന്നു, a man with a leprosy came and knelt before him and cried, Lord, if you are willing, you can make me whole or clean. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ചു. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും എന്ന് പറഞ്ഞു. As I was walking with Jesus, ഞാൻ കർത്താവിനോട് കൂടെ നടന്നപ്പോൾ I saw a person is running towards him. ഒരു വ്യക്തി അവന്റെ നേരെ ഓടി വരുന്നത് എന്റെ Here a ശ്രദ്ധയിൽപ്പെട്ടു. person is running towards Jesus. ഒരു വ്യക്തി അവന്റെ നേരെ ഓടി വരുന്നത് എന്റെ I ശ്രദ്ധയിൽപ്പെട്ടു. looked at that person. ഞാൻ ആ വ്യക്തിയെ സൂക്ഷിച്ചു നോക്കി. He's a leper. അവനൊരു കുഷ്ഠരോഗിയാണ്. He's a leper. അവനൊരു A കുഷ്ഠരോഗിയാണ്. leper is running towards ഒരു Jesus കുഷ്ഠരോഗി യേശുവിന് നേരെ ഓടി വരുന്നു. and knelt down before him മുട്ടുമടക്കി അവന്റെ മുമ്പാകെ and cried unto him. ഉറക്കെ നിലവിളിച്ചു ഇങ്ങനെ And പറഞ്ഞു, he said, Lord, കർത്താവേ, if you are willing, നിനക്ക് മനസ്സുണ്ടെങ്കിൽ if you are willing, നിനക്ക് മനസ്സുണ്ടെങ്കിൽ you can make me whole. നീ എന്നെ ശുദ്ധമാക്കുക. You can make me clean. നീ എന്നെ ശുദ്ധമാക്കുക. I was wondered what's going on over here. ഞാൻ അത്ഭുതപ്പെട്ടു പോയി, എന്താണ് ഇവിടെ നടക്കുന്നത്? What does this mean? ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? Is Jesus accessible to a leper? ഒരു കുഷ്ഠരോഗിയെ സ്വീകരിക്കാൻ യേശു തയ്യാറാകുന്നു. Can a leper approach Jesus? ഒരു കുഷ്ഠരോഗിക്ക് യേശുവിനെ സമീപിക്കാനുള്ള ധൈര്യമുണ്ടോ? Immediately I got a revelation about Jesus.
ആ സമയത്ത് തന്നെ യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് എനിക്ക് ലഭിക്കുവാനിട വന്നു. Jesus is accessible to all. ജീസസ് എല്ലാവർക്കും സ്വീകാര്യനാണ്. യേശു ഏവർക്കും പ്രാപ്യനായിരിക്കുന്ന യേശു. Anybody can access to Jesus. ആർക്കും യേശുവിനെ പ്രാപിക്കാവുന്നതേ ഉള്ളൂ. എല്ലാവർക്കും യേശു സ്വീകാര്യനാണ്. Anybody can approach Jesus. ആർക്കും യേശുവിനെ സമീപിക്കാവുന്നതേ ഉള്ളൂ. Oh, I thought only the holy people can access Jesus. എന്റെ തലച്ചോറിലുണ്ടായിരുന്ന ആശയം വിശുദ്ധന്മാർക്ക് മാത്രമേ യേശുവിനെ സ്വീകരിക്കാൻ കഴിയൂ I എന്നുള്ളതായിരുന്നു. thought only the religious leaders can approach to him. മതപരമായ നേതാക്കൾക്ക് മാത്രം പ്രാപ്യനായ നേതാവായിരുന്നു യേശു എന്നായിരുന്നു എന്റെ I ചിന്തയിലുണ്ടായിരുന്നത്. thought only the big names can approach Jesus. വലിയ പദവി വഹിക്കുന്നവർക്ക് മാത്രമേ യേശു ഉണ്ടായിരുന്നുള്ളൂ But എന്നായിരുന്നു here ഞാൻ I കരുതിയത്. cannot believe my eyes. പക്ഷേ എന്റെ കണ്ണുകളെ കൊണ്ട് ഞാൻ സത്യം കണ്ടു. But here I cannot believe my eyes now. പക്ഷേ എന്റെ കണ്ണുകളെ കൊണ്ട് കണ്ടത് എനിക്ക് വിശ്വസിക്കാൻ A കഴിഞ്ഞില്ല. leper is running towards Jesus. ഒരു കുഷ്ഠരോഗി യേശുവിന് നേരെ ഓടി വരുന്നു. Who is this leper? ആരാകുന്നു ഈ കുഷ്ഠരോഗി? He is excommunicated by the religious leaders. പാളയത്തിന് പുറത്ത് ജീവിക്കുവാൻ മതത്താൽ വിധിക്കപ്പെട്ട മനുഷ്യൻ. The religious has casted him out of their religious system. മതം പാളയത്തിന് പുറത്താക്കുവാൻ വിധിക്കപ്പെട്ട മനുഷ്യൻ. The religious has casted him out of the community. ആ സമൂഹത്തിൽ നിന്നും പുറന്തള്ളിയ മനുഷ്യൻ. The religion has casted him out of family. കുടുംബവൃത്തങ്ങളിൽ നിന്നും പുറന്തള്ളപ്പെട്ട മനുഷ്യൻ. Here an outcast is approaching the Lord of Lords and the King of Kings. അതൊന്നും കണക്ക് കൂട്ടാതെ അവൻ കരഞ്ഞുകൊണ്ട് രാജാതിരാജാവേ കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിന്റെ അടുത്തേക്ക് ഓടി വരികയാണ്. An outcast is approaching the Lord. അവൻ ദൈവത്തെ സമീപിക്കുകയാണ്. പുറന്തള്ളപ്പെട്ടവൻ, സമൂഹത്തിൽ വെറുക്കപ്പെട്ടവൻ, പുറന്തള്ളപ്പെട്ടവൻ ഇതാ രാജാതിരാജാവും കർത്താവുമായ അവന്റെ അടുക്കിലേക്ക് ഓടി വരുന്നു. He is accessible to all. അവനും യേശുവിനെ സ്വീകരിക്കാം. Hallelujah. Amen. He is accessible to all. അവനും യേശുവിനെ സ്വീകരിക്കാം. Hallelujah. Amen. If you look into the history of Indian Christianity, ഇന്ത്യയിലെ ക്രിസ്ത്യാനികളുടെ ചരിത്രത്തിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ it is the untouchable who run to Christ now. തൊട്ടുകൂടാത്തവർ ഓടിപ്പോയിരുന്നത് യേശുവിന്റെ അടുത്തേക്കായിരുന്നു. You know, it is the untouchable people, തീണ്ടിക്കൂടാത്ത ആളുകള് രാജാവാകുന്നവന്റെ അടുക്കിലേക്ക് ഓടി വരികയാണ്. You know why? Jesus is accessible to everyone. ജീസസ് എല്ലാവർക്കും സ്വീകാര്യനായ, എല്ലാവർക്കും ലഭിക്കാവുന്ന ഒരു ദൈവമാണ്. A leper cannot approach a priest. ഒരു കുഷ്ഠരോഗിക്ക് പുരോഹിതന്റെ അടുത്തേക്ക് കടക്കുവാൻ സാധ്യമല്ല. A leper cannot go to the temple. ദേവാലയത്തിനകത്തേക്ക് പ്രവേശിക്കുവാൻ കുഷ്ഠരോഗിക്ക് അനുവാദമില്ല. A leper has no right to live in the community. ഒരു സമൂഹത്തിൽ ജീവിക്കുവാൻ കുഷ്ഠരോഗിക്ക് അവകാശമില്ല. A leper cannot go back to his house. സ്വന്തം ഭവനത്തിലേക്ക് പോലും കുഷ്ഠരോഗിക്ക് പ്രവേശനമില്ല. He is outcast by religion. മതത്താൽ പുറന്തള്ളപ്പെട്ടവനാണ്. He is outcast by community. സമൂഹത്താൽ പരിത്യക്തനായവൻ. He was outcast by the social system. സാമൂഹ്യ വ്യവസ്ഥ പുറംതിരിഞ്ഞു നിൽക്കുന്നവൻ. That leper is running towards Jesus. ആ കുഷ്ഠരോഗിയാണ് ഇപ്പോൾ കർത്താവിന്റെ അടുത്തേക്ക് ഓടി വരുന്നത്. Because I was one among them who excommunicated him from the community. കാരണം ഞാനും കൂടിയിട്ടാണ് ഞാൻ ഉൾക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ നിന്നും ആ കുഷ്ഠരോഗിയെ പുറന്തള്ളിയത്. I was one among those person who threw him out of the community because he got leprosy. കാരണം അവന് കുഷ്ഠരോഗമുണ്ടോ എന്നൊരൊറ്റ കാരണത്താൽ സമൂഹത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ടത് ഞാനും കൂടി ഉൾക്കൊള്ളുന്ന സമൂഹമാണ്. But now I see that leper running towards Jesus. പക്ഷേ ഇന്ന് ഞാൻ എന്റെ കണ്ണുകളെ കൊണ്ട് കാണുന്നു, അവൻ യേശുവിന്റെ അടുത്തേക്ക് ഓടി വരുന്നു. The outcast. പുറന്തള്ളപ്പെട്ടവൻ. The outcast. പുറന്തള്ളപ്പെട്ടവൻ. He's running towards Jesus. യേശുവിന്റെ അടുത്തേക്ക് ഓടി വരുന്നു. I got the second revelation about my master. എന്റെ യജമാനനെ കുറിച്ച് രണ്ടാമത്തെ വെളിപ്പാട് എനിക്ക് ലഭിച്ചു. He is accessible to all. അവൻ എല്ലാവർക്കും ലഭിക്കാവുന്ന ഒരുത്തനാണ്. When he was born, the angels revealed something about him. അവന്റെ ജനനത്തിങ്കൽ ദൂതന്മാർ ചിലത് വെളിപ്പെടുത്തി. In the Gospel of Luke you can read that. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്കത് വായിക്കുവാൻ കഴിയും. We are bringing the good news for all humanity. സകല ജനത്തിനുമുള്ള സദ്വർത്തമാനം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. A savior is born for all. ലോകത്തിനായുള്ള ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. A savior is born for all. മുഴു ലോകത്തിനു വേണ്ടി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. In that all you can see a leper. ആ മുഴു ലോകത്തിൽ നിനക്ക് കുഷ്ഠരോഗിയെയും കാണുവാൻ കഴിയും. In that word all you can see Indians. ആ മുഴു ലോകം എന്ന് പറയുന്ന പദപ്രയോഗമുണ്ടല്ലോ, അതിൽ നിനക്ക് ഇന്ത്യക്കാരെയും ദർശിക്കാൻ കഴിയും. In that word all you can see the tribals. ആ പദപ്രയോഗമുണ്ടല്ലോ, ആ മുഴുവൻ ലോകം എന്ന് പറയുന്നത് അതിൽ നിനക്ക് ഗോത്രങ്ങളെ കാണുവാൻ കഴിയും. You can see the African people. ആഫ്രിക്കയിലെ കറുത്ത വർഗ്ഗക്കാരെ നിനക്ക് അതിൽ കാണുവാൻ കഴിയും. You can see the tribals in the Amazon jungles. ആമസോൺ കാടുകളിലുള്ള ഗോത്രവർഗ്ഗത്തെ നിനക്ക് അതിൽ ദർശിക്കുവാൻ കഴിയും. The good news declared on that day
was that a good news is that a Savior is born for the whole world. അന്ന് ലോകത്തോട് പ്രഖ്യാപിക്കപ്പെട്ട സദ്വർത്തമാനമുണ്ടല്ലോ, മുഴു ലോകത്തിനും സ്വീകാര്യമായ രക്ഷകൻ പിറന്നിരിക്കുന്നു എന്നുള്ളതാണ്. Because he was born for the Savior of the world, he is accessible to everyone. കാരണം അവൻ ഈ ലോകത്തിലേക്ക് അവതാരമെടുത്തത് മുഴു ലോകത്തിന്റെയും വിടുതലിനും രക്ഷയ്ക്കും വേണ്ടിയിട്ടാണ്. You need not go through a pastor. നിനക്ക് ഒരു പാസ്റ്റർ ആയിരിക്കേണ്ട ആവശ്യമില്ല. No, you need not go, you need to go to Jesus, you need not go through a pastor. നിനക്ക് യേശുവിനെ ലഭിക്കുവാൻ ഒരു പാസ്റ്ററുടെ ശുപാർശയുടെ ആവശ്യമില്ല. You need not go through a mediator. നിനക്ക് ഒരു മധ്യവർത്തിയുടെ ആവശ്യമില്ല. You need not fast for 7 days. നിനക്ക് 7 ദിവസത്തെ ഉപവാസത്തിന്റെ ആവശ്യമില്ല. There is no mediator between Jesus and you. നിനക്കും യേശുവിനും ഇടയിൽ ഒരു മധ്യവർത്തിയുമില്ല. He is accessible to all. നിനക്ക് അവൻ ലഭ്യമാണ്. Thank God that he is accessible to everyone. കർത്താവേ, ഞങ്ങൾക്ക് അവനെ ലഭ്യമാക്കി തന്നതിനായി സ്തോത്രം. He is accessible to you. നിനക്ക് അവൻ ലഭ്യമാണ്. What you have to do is a simple prayer. നീ അവനോട് ഒരു ചെറിയ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ മാത്രം മതി. Jesus, have mercy on me. കർത്താവേ, എന്നോട് കരുണ കാണിക്കണമേ. Have mercy on me. എന്നോട് കരുണ കാണിക്കണമേ. Have mercy on me. കരുണ കാണിക്കണമേ. Hallelujah. ആമേൻ. The second revelation when I walked with the crowd I got about Jesus is that he is accessible or approachable to anyone. പുരുഷാരത്തിന്റെ ഭാഗമായി ഞാൻ നടന്നു നീങ്ങിയപ്പോൾ എൻ്റെ രക്ഷിതാവായ യേശുവിനെ കുറിച്ച് എനിക്ക് രണ്ടാമത്തെ വെളിപ്പാട് ലഭിച്ചു. കാരണം അവൻ എനിക്ക് ലഭ്യമാകുന്ന ദൈവമാണ്. Accessible to all. അവൻ എല്ലാവർക്കും ലഭ്യമാകുന്ന ദൈവമാണ്. I missed all these days and all these years. എൻ്റെ കഴിഞ്ഞ കാലങ്ങളും എൻ്റെ ആയുസിന്റെ കഴിഞ്ഞ നിലങ്ങളൊക്കെ ഞാൻ നഷ്ടപ്പെടുത്തി. I never thought that it was so easy to approach him. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അവൻ എനിക്ക് ഇത്ര ലളിതമായി ലഭിക്കാവുന്ന ഒരു ദൈവമാണെന്ന്. Dear brothers and dear sisters, പ്രിയ കൂടപ്പിറപ്പേ, the lies around you always keep you away from the truth. നിങ്ങളുടെ ചുറ്റും നടക്കുന്ന അപവാദങ്ങളും നുണപ്രചരണങ്ങളും സത്യത്തിൽ നിന്ന് നിങ്ങളെ അകറ്റിക്കളയും. But when you see by your own eyes, പക്ഷെ നിങ്ങളുടെ സ്വന്തം കണ്ണുകളെ കൊണ്ട് നിങ്ങൾ കാണുമ്പോൾ, when I saw that leper approaching Jesus, I never thought that Jesus was such an approachable person. കാരണം ഞാൻ ഇവിടെ കണ്ടത് എന്താണ്? എൻ്റെ കണ്ണുകളെ കൊണ്ട് വിശ്വസിക്കാൻ കഴിയാത്തൊരു കാര്യം, ഒരു കുഷ്ഠരോഗിക്ക് ഒരിക്കലും യേശുവിൻ്റെ അടുത്തേക്ക് വരികാൻ കഴിയില്ല എന്നുള്ള തെറ്റായ ചിന്തയായിരുന്നു എന്നെ ഭരിച്ചിരുന്നത്. Because that's what my religion taught me. കാരണം എൻ്റെ മതം എന്നെ പഠിപ്പിച്ചത് അത്തരത്തിലുള്ള ചിന്തയായിരുന്നു. That's what my community taught me. എൻ്റെ സമൂഹം എനിക്ക് ബുദ്ധി ഉപദേശിച്ചത് A അങ്ങനെയായിരുന്നു. leper has no right to live in the community. ഒരു സമൂഹത്തിൽ ജീവിക്കാനുള്ള യാതൊരു അവകാശവും കുഷ്ഠരോഗിക്കില്ല. But if that's the way, how can this leper approach Jesus? അത്തരം ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഒരു കുഷ്ഠരോഗിക്ക് യേശുവിനെ സമീപിക്കുവാൻ If കഴിയുക? a leper could not approach a priest, how can a leper approach the Son of God? ഒരു പുരോഹിതന്റെ അടുത്തേക്ക് കുഷ്ഠരോഗിക്ക് പ്രവേശിക്കുവാൻ അവകാശമില്ലെങ്കിൽ എങ്ങനെ ദൈവപുത്രന്റെ സമീപത്തേക്ക് വരുവാൻ കഴിയും? How can he approach the kingdom of God? എങ്ങനെ അവൻ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കും? But I have seen something that my eyes could not believe. പക്ഷേ എൻ്റെ ബുദ്ധിക്ക് വിപരീതമായി എൻ്റെ കണ്ണുകളെ കൊണ്ട് എൻ്റെ കണ്ണിന് വിശ്വസിക്കാൻ പറ്റാത്ത ചില യാഥാർത്ഥ്യങ്ങളെ ഞാൻ കണ്ടു കഴിഞ്ഞു. Jesus is approachable. യേശു സ്വീകാര്യനാണ്, അടുത്തുള്ളവനാണ്. Accessible to everyone. അവ എല്ലാവർക്കും എല്ലായ്പ്പോഴും ലഭിക്കാവുന്ന ഒരു ദൈവമാണ് അവൻ. To anyone. ആർക്കും. Anyone. ആർക്കും. You look into the ministry of Jesus. യേശുവിന്റെ ശുശ്രൂഷയിലേക്ക് ഒന്ന് നോക്കുക. He has extended his hands to anybody and everyone who needed him. അവന്റെ സഹായത്തിന്റെ കരമന അവൻ ആർക്കും എവിടേക്കും എപ്പോഴും നീട്ടുന്ന വ്യക്തിയാണ്. When I walked with the crowd, ഞാൻ ആ ജനക്കൂട്ടത്തോടൊപ്പം നടന്നപ്പോൾ I learned 2 things about Jesus. യേശുവിനെ കുറിച്ച് 2 കാര്യങ്ങൾ ഞാൻ പഠിച്ചു. Number 1, ഒന്നാമത്തെ, he's a people person. അവൻ ജനങ്ങളോട് ദയയുള്ള ദൈവമാണ്. He's a people person. അവൻ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. Number 2, രണ്ടാമതായി, he's accessible to all. ലഭ്യമാകുന്ന ഒരു വ്യക്തിയാണ് എല്ലാവർക്കും. This morning, ഇന്ന് പകൽക്കാലം I have more to share. God willing, I will share next Sunday. ദൈവം അനുവദിച്ചാൽ ഞങ്ങൾ ഇതിൽ നിന്നും കുറെ കൂടി കാര്യങ്ങൾ ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. I would like to stop on that point. ഞാൻ ആ പോയിന്റ് ഞാൻ നിർത്തട്ടെ. Number 2, രണ്ടാമത്തേത്, he is accessible to all. അവൻ ലഭ്യമാകുന്ന ദൈവമാണ്. What does it mean? ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? You can also touch him. നിനക്കും അവനെ സ്പർശിക്കാം. He is accessible to you. അവൻ നിനക്കും ലഭിക്കും. You can approach him. നിനക്ക് അവനെ സമീപിക്കാം. Whatever may be the situation. നിന്റെ സാഹചര്യങ്ങളോ ചുറ്റുപാടുകളോ എന്തുമായിക്കൊള്ളട്ടെ. Whatever may be your background. നിന്റെ പശ്ചാത്തലം എന്തുമായിക്കൊള്ളട്ടെ. Maybe the community might have written off you. ഒരുപക്ഷേ സമൂഹം നിനക്ക് നേരെ പുറംതിരിഞ്ഞു നിൽക്കുന്ന വ്യക്തിയായിരിക്കാം നീ. നിന്നെ എഴുതി തള്ളിയ വ്യക്തിയായിരിക്കാം. Maybe written off you. എഴുതി തള്ളിയ വ്യക്തിയായിരിക്കാം. Your friends might have written off you. നിന്റെ കൂട്ടുകാർ നിന്നെ എഴുതി തള്ളിയിരിക്കാം. Your family might have written off you. നിന്റെ കുടുംബം നിന്നെ എഴുതി തള്ളിയിരിക്കാം. Your parents might have written off you. നിന്റെ
മാതാപിതാക്കൾ നിന്നെ എഴുതി തള്ളിയിരിക്കാം. Doesn't matter. അതൊരു വിഷയമേ അല്ല. He says, അവൻ പറയുന്നു, I am approachable to you. ഞാൻ എന്നെ നിനക്ക് സമീപിക്കാം. You can approach me. നിനക്ക് എന്നെ സമീപിക്കാം. I will help you. ഞാൻ നിന്നെ സഹായിക്കും. Whoever comes to me, I will never cast him out. നീ എന്റെ അടുത്തേക്ക് വന്നാൽ ഞാൻ നിന്നെ ഒരിക്കലും തള്ളിക്കളയുകയില്ല. Even a leper can approach Jesus. ഒരു കുഷ്ഠരോഗിക്ക് സമീപിക്കാമെങ്കിൽ, You know, I believe there is no lepers over here. ഞാൻ വിചാരിക്കുന്നു ഈ കൂടിയിരിക്കുന്ന സമൂഹത്തിൽ ആരും കുഷ്ഠരോഗികളായിട്ടില്ല. There is no lepers over here. ആരും കുഷ്ഠരോഗികളായി ഇവിടെ If a leper could approach Jesus, ഒരു കുഷ്ഠരോഗിക്ക് സമീപിക്കാമെങ്കിൽ you can easily approach him. അതിലും അധികമായി നിനക്ക് സമീപിക്കാം. You can easily approach him. അതിലും അധികമായി നിനക്ക് സമീപിക്കാം. He is accessible to you. നിനക്ക് ലഭ്യമാകുന്ന ഒരു ദൈവമാണ് അവൻ. He will take care of your need. നിന്റെ സകല ആവശ്യങ്ങളെയും അവൻ ഏറ്റെടുത്തുകൊള്ളും. He will take care of your burden. നിന്റെ കഷ്ടങ്ങളെ അവൻ ഏറ്റെടുക്കും. He will not turn his eyes against you. നിന്റെ ആവശ്യങ്ങൾക്ക് നേരെ അവൻ കണ്ണു He തിരിക്കുകയില്ല. will not turn his ears against you. നിന്റെ പ്രാർത്ഥനയ്ക്ക് നേരെ അവൻ ചെവി തിരിക്കുകയില്ല. In the next Sunday I will tell you what he will do for you. അടുത്ത ആഴ്ച ദൈവം അനുവദിച്ചാൽ നിനക്ക് വേണ്ടി അവൻ എന്ത് ചെയ്യുമെന്ന് ഞാൻ നിങ്ങളോട് I പറയാം. am walking with Jesus now. ഞാൻ ഇപ്പോൾ യേശുവിനോട് I നടക്കുകയാണ്. am looking into the first miracle. ഞാൻ അവന്റെ ആദ്യത്തെ അത്ഭുതത്തെ കണ്ടു. I am seeing how people come and get their miracles from Jesus. ഞാൻ ജനങ്ങൾ എങ്ങനെ കടന്നു വന്ന് എങ്ങനെ അനുഗ്രഹം പ്രാപിക്കുന്നു, The first അത്ഭുതത്തെ step to പ്രാപിക്കുന്നു get a കണ്ടു. miracle in your life is, നിന്റെ ജീവിതത്തിലെ ആദ്യത്തെ അത്ഭുതത്തിന്റെ ആദ്യത്തെ പടി, your first step to get a miracle from Jesus is, ജീവിതത്തിൽ യേശുവിൽ നിന്നും ഒരു അത്ഭുതം നിനക്ക് വേണമെങ്കിൽ നിന്റെ ജീവിതത്തിലെ ആദ്യത്തെ പടി approach Jesus. യേശുവിനെ സമീപിക്കുക. Come to Jesus. യേശുവിന്റെ അടുത്തേക്ക് വരിക. Come to Jesus. യേശുവിന്റെ അടുത്തേക്ക് വരിക. Even if it is leprosy, he will take care of it. ഒരു കുഷ്ഠരോഗിയെ പോലും കരുതുന്നവനാണ് അവൻ. Even if it is a leprosy, the leprosy is the problem, he will take care of it. നിനക്ക് നിന്റെ പ്രശ്നം കുഷ്ഠരോഗമാണെങ്കിലും അത് അവൻ നിന്നിൽ നിന്നും എടുത്തു മാറ്റും. The religion could not solve that problem. മതത്തിന് ചെയ്യാൻ കഴിയാത്ത, പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നമാണത്. The priest could not solve that problem. പുരോഹിതന്മാർക്ക് അത് കഴിയുകയില്ല. The friends could not handle that problem. നിന്റെ കൂട്ടുകാരന്മാർക്ക് അത് കൈകാര്യം ചെയ്യാൻ കഴിയില്ല. Everybody excommunicated him. എല്ലാവരും നിന്നെ പുറന്തള്ളിയപ്പോൾ, But here is a man who welcomes you. എല്ലാവരും പുറന്തള്ളിയപ്പോൾ ഇതാ ഒരു മനുഷ്യൻ സ്വീകരിക്കാനായി നിൽക്കുന്നു. You can approach him. നിനക്ക് അവനെ സമീപിക്കാം. You may have a problem that nobody can help you. ആരും നിന്നെ സഹായിക്കാനില്ല എന്നൊരു പ്രശ്നം ഒരു പക്ഷേ നിന്നിൽ കണ്ടേക്കാം. You may be all alone in this world. നീ ആയിരിക്കുന്ന ചുറ്റുപാടിൽ, സമൂഹത്തിൽ നീ ഏകനായിരിക്കാം. No brothers, no sisters. നിനക്ക് സഹോദരനോ സഹോദരിയോ കാണത്തില്ല. No father, no mother. നിനക്ക് മാതാപിതാക്കൾ ഉണ്ടായിരിക്കില്ല. No friends even to stand with you in this crisis. ഈ പ്രതിസന്ധിയിൽ നിന്നോടൊപ്പം നിൽക്കുവാൻ നിനക്ക് കൂട്ടുകാരന്മാരെ കിട്ടുകയില്ല. But this morning let me tell you, പക്ഷേ ഇന്ന് പകൽക്കാലം ഞാൻ ഒരു യാഥാർത്ഥ്യം പറയട്ടെ. you can approach Jesus. നിനക്ക് യേശുവിനെ സമീപിക്കാം. He is accessible to you. അവൻ നിനക്ക് ലഭ്യമാണ്. He is a people person. അവൻ ജനങ്ങളോട് ദയ കാണിക്കുന്നവനാണ്. He is a people person. അവൻ ജനങ്ങളോടൊത്ത് പ്രവർത്തിക്കുന്നവനാണ്. He wants to be with the people. അവൻ ജനങ്ങളോടൊപ്പം ആയിരിക്കുവാൻ He is ആഗ്രഹിക്കുന്നവനാണ്. Emmanuel. അതുകൊണ്ടാണ് അവൻ ഇമ്മാനുവേൽ എന്ന് He is വിളിക്കുന്നത്. Emmanuel. അവൻ ഇമ്മാനുവേലാണ്. Dear brother, dear sister, പ്രിയ സഹോദരി I സഹോദരന്മാരെ, would like to pray for you this morning. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. Let every eyes be closed. എല്ലാ കണ്ണുകളും Let ദൈവസന്നിധിയിൽ everybody അടയ്ക്കട്ടെ. stand wherever you are. നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് You നിന്നാട്ടെ. may have a problem this morning. ഇന്ന് പകൽക്കാലം ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കണ്ടേക്കാം. You may not be a leper. നീ ഒരു പക്ഷേ കുഷ്ഠരോഗി ആയിരിക്കില്ല. But you may have a problem. പക്ഷേ നിന്റെ ജീവിതത്തെ ഭരിക്കുന്ന പ്രശ്നങ്ങൾ A കണ്ടേക്കാം. problem that bothers you. ആ പ്രശ്നം നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. A problem that eats you up. ആ പ്രോബ്ലം നിന്നെ തിന്നുകൊണ്ടിരിക്കുകയാണ്. Hallelujah. Amen. What is leprosy? എന്താകുന്നു കുഷ്ഠരോഗം എന്ന് A പറയുന്നത്? leprosy is the problem that eats him up. അവന്റെ ശരീരത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നതാണ് കുഷ്ഠരോഗം എന്ന് പറയുന്നത്. You may not have the disease called leprosy. നിനക്ക് അക്ഷരാർത്ഥത്തിൽ ഒരു പക്ഷേ കുഷ്ഠരോഗം കാണുകയില്ല. But there is a problem that eats you up. പക്ഷെ അതിന്റെ സ്വഭാവത്തോട് തുല്യമായി നിന്നെ കാർന്നു തിന്നുന്ന പ്രശ്നങ്ങളാൽ നീ That വ്യാപ്തനാണ്. eats you up. നിന്നെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, That eats you up. അത് നിന്നെ കാർന്നു This തിന്നുകൊണ്ടിരിക്കുന്നു. morning the Spirit of God says, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് there is a പറയുന്നു, problem in your life. നിന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ട്. There is a problem in your life that eats you up. നിന്നെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം നിന്റെ ജീവിതത്തിലുണ്ട്. You cannot sleep. നിനക്ക് ശരിയാവണ്ണം ഉറങ്ങുവാൻ You കഴിയുന്നില്ല. are so restless. നീ അസ്വസ്ഥനാണ്. You are going here and there. നീ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. You are so restless. നീ അസ്വസ്ഥനാണ്. That problem is eating you ആ up. പ്രശ്നം ദിനം മുഴുവൻ നിന്നെ കാർന്നു That തിന്നുകൊണ്ടിരിക്കുന്നു. problem has taken your peace. ആ പ്രശ്നം നിന്നിൽ നിന്ന് സമാധാനത്തെ എടുത്തു That മാറ്റിയിരിക്കുന്നു. problem has taken the peace of your family. നിന്റെ കുടുംബ സമാധാനം അത് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. That problem has taken the joy of your നിന്റെ life. ജീവിതത്തിന്റെ സന്തോഷത്തെ അത് കെടുത്തി കളഞ്ഞിരിക്കുന്നു. It's a leprosy. അത് തന്നെയാണ് നിന്റെ ജീവിതത്തിന്റെ That's the കുഷ്ഠരോഗം. leprosy in your life. അതാണ് നിന്റെ ജീവിതത്തിലെ The കുഷ്ഠരോഗം. problem that eats you up. നിന്നെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നം. The problem that makes people keep you away from you. ജനങ്ങൾ നിന്നെ ദൂരത്തു നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടിരിക്കുന്ന ആ പ്രശ്നം. This morning the Spirit of God says, ഈ പകൽക്കാലം ഞാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് you പറയുന്നു, can approach Jesus this morning. നിനക്ക് യേശുവിനെ സമീപിക്കാം.
He is here to help you. അവൻ നിന്നെ സഹായിക്കാനായി നിന്റെ അടുത്തുണ്ട്. I know there are some people over here who has such problem just like leprosy that eats you, eats your health, eats your rest, eats your peace, eats your joy. നിന്റെ ആരോഗ്യത്തെയും നിന്റെ സന്തോഷത്തെയും തകർക്കുന്ന കുഷ്ഠരോഗത്തെ പോലെ കാർന്നു തിന്നുന്ന പ്രശ്നങ്ങളോട് മല്ലടിക്കുന്ന ജീവിതങ്ങളോടെ ഉണ്ടെന്ന് ഞാൻ അറിയുന്നു. And this morning I would like to pray for you. ഇന്ന് പകൽക്കാലം ഞാൻ അത്തരം ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. As a sign that you are coming to Jesus, step out of your seat and come forward and come to the altar. യേശുവിന്റെ അടുത്തേക്ക് വരുന്നു എന്നുള്ളതിന്റെ അടയാളമായി നിങ്ങൾ ഇരിക്കുന്ന ഇടപ്പിടങ്ങളിൽ നിന്നും മുന്നോട്ട് കടന്നു വരുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. Jesus is approachable for you. യേശുവിനെ നിങ്ങൾക്ക് സമീപിക്കാവുന്ന ദൈവമാണ്. You can access him. നിനക്ക് അവന് ലഭ്യമാകുന്ന ദൈവമാണ്. This morning if you will come forward with that problem, ഇന്ന് പകൽക്കാലം ആ പ്രശ്നവുമായി നീ യേശുവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നുവെങ്കിൽ he is ready to help you. അവൻ നിന്നെ സഹായിക്കാൻ തയ്യാറാണ്. And we want to pray for you. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. There are people with that. അത്തരം ചില ജീവിതങ്ങൾ ഇന്ന് ഇവിടെയുണ്ട്. You are a born again believer. നീ ഒരു വീണ്ടും ജനിക്കപ്പെട്ട വിശ്വാസിയാണെങ്കിൽ you may not be a Christian. ഒരുപക്ഷേ നീ ഒരു ക്രിസ്ത്യാനിയായിരിക്കത്തില്ല. You may not be a part of this church. നീ കൂട്ടായ്മയുടെ ഭാഗമായിരിക്കുകയില്ല. Doesn't matter. അതൊരു വിഷയമേ അല്ല. There is a problem that eats you up. നിന്നെ കാർന്നു തിന്നുന്ന പ്രശ്നവുമായി നീ മുന്നോട്ട് വരിക. There is a problem that eats you. നിന്നെ കാർന്നു തിന്നുന്ന ഒരു പ്രശ്നമുണ്ട്. This morning the Spirit of God says, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വാക്ക് പറയുന്നു, if you will come to me, നീ എൻ്റെ അടുത്തേക്ക് കടന്നു വരുന്നുവെങ്കിൽ I am going to deal that problem. ഞാൻ ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ പോവുകയാണ്. You cannot deal that problem. No leper can heal himself. നിനക്ക് ആ പ്രശ്നം പരിഹരിക്കേണ്ട എന്ന് നിനക്ക് തോന്നുന്നുവെങ്കിൽ no leper can heal himself. ഒരു കുഷ്ഠരോഗിക്ക് സ്വയമേ സുഖമാക്കുവാൻ കഴിയുകയില്ല. Hallelujah. But here is Jesus to help you. പക്ഷേ ഇവിടെ സഹായിക്കുന്ന ഒരു യേശു കടന്നു വന്നിട്ടുണ്ട്. There are some brothers also over here. ചില സഹോദരന്മാർ അത്തരം പ്രശ്നങ്ങളുമായി മല്ലടിക്കുന്നവർ ഇവിടെയുണ്ട്. There are some brothers over here who has a problem that eats you up. കുഷ്ഠരോഗത്തെ പോലെ അവരുടെ ജീവിതത്തെ കാർന്നു തിന്നുന്ന പ്രശ്നങ്ങളുമായി ജീവിക്കുന്ന ചില സഹോദരങ്ങൾ ഇവിടെയുണ്ട്. It need not be sin. It need not be sin. It may not be a sin. അതൊരിക്കലും നിങ്ങളുടെ പാപത്തിൽ നിന്നും വന്നതല്ല. ഒരുപക്ഷേ അത് നിന്റെ പാപത്തെക്കുറിച്ചല്ല. But there is a problem in your life that eats you up. നിന്റെ ജീവിതത്തെ കാർന്നു തിന്നുന്ന ഭൗതികമായ ചില വിഷയങ്ങൾ നിനക്കുണ്ട്. This morning, ഇന്ന് പകൽക്കാലം can you step out and നിനക്ക് മുന്നോട്ട് വരാമോ? walk in obedience. അനുസരണത്തോടുകൂടെ നിനക്ക് കടന്നു വരാമോ? Let Jesus deal that problem for you. യേശു ആ പ്രശ്നം നിനക്ക് വേണ്ടി കൈകാര്യം ചെയ്യും. There are 5 brothers over here who has that problem in their life. അത്തരം ഒരു പ്രശ്നങ്ങളോടുകൂടി ആയിരിക്കുന്ന 5 സഹോദരങ്ങൾ ഇന്ന് ഈ പകൽക്കാലം ഇവിടെയുണ്ട്. There are 5 brothers over here. 5 സഹോദരങ്ങൾ ഇവിടെയുണ്ട്. Please step out of your seat and ദയവ് ചെയ്ത് കടന്നു വന്നാട്ടെ. and let God deal that problem for you. ദൈവത്തെ ആ പ്രശ്നം പരിഹരിക്കുവാനായി നിങ്ങൾ അനുവദിക്കുക. You cannot keep it as a secret. നിങ്ങൾക്ക് അത് ഇനി അധിക കാലം ഒരു രഹസ്യമായി സൂക്ഷിക്കുവാൻ കഴിയുകയില്ല. There is you can keep leprosy as a secret for some time. നിങ്ങളുടെ കുഷ്ഠരോഗം സമൂഹത്തിന് വെളിപ്പെടുത്താത്ത വിധത്തിൽ അധിക നാൾ നിങ്ങൾക്ക് സൂക്ഷിക്കുവാൻ കഴിയുകയില്ല. You can keep it as a secret for some time. ചുരുങ്ങിയ കാലത്തേക്ക് നിങ്ങൾക്ക് സൂക്ഷിക്കാം. But the day is coming. പക്ഷേ ദിവസങ്ങൾ കഴിയുമ്പോൾ the leprosy will manifest. അത് വെളിപ്പെട്ടു വരും. The leprosy will manifest. അത് വെളിപ്പെട്ടു വരും. This morning the Spirit of God is calling you. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ വിളിക്കുന്നു. I will deal that problem. ഞാൻ ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്തുകൊള്ളാം. I will deal that problem. ഞാൻ ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്തുകൊള്ളാം. Even I will deal it in a miraculous manner. ഞാൻ അത്ഭുതകരമായ വിധത്തിലൂടെ അതിന് പരിഹാരം കണ്ടെത്തും. With one word, ഒരൊറ്റ വാക്കിലൂടെ ആയിരിക്കും. with one touch. ഒരു സ്പർശനത്തിലൂടെ. That's what Jesus did with that man. അതാണ് യേശു കുഷ്ഠരോഗിക്ക് മേൽ ചെയ്തത്. With one word, ഒരൊറ്റ വാക്കിലൂടെ, with one touch. ഒരു സ്പർശനത്തിലൂടെ. Father, പിതാവേ, I just pray for these people who has come കടന്നു വന്ന ജനങ്ങൾക്ക് വേണ്ടി ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. with their problem. അവരുടെ പ്രശ്നങ്ങളോടൊപ്പം. I don't know what it is. എനിക്കറിയില്ല അതെന്താണ് പ്രശ്നങ്ങളെന്ന്. But you have seen their problem. അപ്പാ നീ അതുള്ള അവസ്ഥയിൽ അറിയുന്ന ദൈവമാണ്. They have identified their problem. അവർ അവരുടെ പ്രശ്നത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. And they have come to you, Lord. അതിന്റെ അടയാളമായി അവർ കർത്തൃസന്നിധിയിലേക്ക് കടന്നു വന്നു. They have come to you this morning. അവർ കടന്നു വന്നിരിക്കുന്നു. Identifying their problem. അവരെ ചൂഴ്ന്നു നിൽക്കുന്ന പ്രശ്നത്തെ അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. Lord, കർത്താവേ, touch it. അവരെ സ്പർശിച്ചാട്ടെ. Touch it. അവരെ തൊട്ടാട്ടെ. Speak one word. ഒരു വാക്ക് അവരോട് ഉരിയാടിയാട്ടെ. That may stop that problem. അത് അവരുടെ പ്രശ്നത്തിൽ നിന്നും അവരെ പുറത്തു കടക്കാൻ സഹായിക്കും. Victory and healing to them. അവരെ സൗഖ്യമാക്കി ജയത്തോടെ ജീവിപ്പാൻ അവരെ സഹായിക്കും. In Jesus' name. യേശുവിൻ നാമത്തിൽ. Amen. Amen.